ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം സമാധാനത്തിലേക്ക് നീങ്ങിയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലുള്ള സൗദി സംഘം ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരം നടത്തി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. വിഷയത്തിന് ആസ്പദമായിരിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് സന എയർപോർട്ടിലേക്ക് ഒരു വിമാനം എത്തി എന്നുള്ളതാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് വിമാനം വരിക എന്ന് പറയുന്നത് അത് നിലവിലെ സാഹചര്യത്തിൽ ആകാശ ഉപരോധമുള്ള മേഖലയാണ്. ഇത് ലംഘിച്ചുകൊണ്ട് ഇറാന്റെ വിമാനം സനയിലുള്ള, അതായത് യമന്റെ തലസ്ഥാനമായിരിക്കുന്ന ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സന തലസ്ഥാന നഗരിയിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് വിമാനം ഇറങ്ങുന്നു. ആകാശത്ത് വെച്ച് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം സൗദി അറേബ്യ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെ കവച്ച് വെട്ടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇറങ്ങിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എയർ ഡിഫൻസ് ഈ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് സന എയർപോർട്ടിലേക്ക് ഇറാന്റെ വിമാനം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. ഇതിലെ മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് 2015 ശേഷം ഈ മേഖലയിൽ ഒരു വിമാനം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 2015 അവിടെ ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ എയർപോർട്ട് അടച്ചതും പിന്നെ എയർപോർട്ട് തുറന്നതും ആകാശ നിരീക്ഷണം അതുമായി ബന്ധപ്പെട്ട വലിയ വിഷയം ഉണ്ടാകുന്നു. യമന്റെ ഗവൺമെൻറ് സൗദി അറേബ്യയുടെ സഹായം തേടുന്നു. സൗദി സൈന്യത്തിൻ്റെ പ്രതിനിധികൾ യമനിലെത്തുന്നു, അല്ലെങ്കിൽ യമൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധം ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയായിരുന്നു. 10-11 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ട് ഇറാന്റെ വിമാനം സനയിലെത്തുന്നു. അപ്പോൾ രണ്ട് വിഷയം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. യമന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്നതിനാൽ ഹൂത്തികളുടെ ആക്രമണം പല ഘട്ടങ്ങളിലായിട്ട് സൗദി അറേബ്യക്ക് നേരെ വന്നതിനാൽ അതിന് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ യമന്റെ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതും അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. എന്നാൽ ഈ ഹൂത്തികളെ ആക്രമിച്ച കാരണത്താൽ മാത്രമാണ് തങ്ങൾ സൗദി അറേബ്യക്ക് നേരെ തിരിച്ചടി നൽകിയത് എന്നാണ് ഹൂത്തികളുടെ പക്ഷം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് ആകാശ നിയന്ത്രണമുള്ള ഏരിയയിലൂടെ ഒരിക്കൽ പോലും അങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട് ഇറാൻ വിമാനം പറത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ പ്രതിനിധി സംഘത്തോടാണ് സംസാരിച്ചത് എന്ന് മാത്രം ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. യു എന്നിൻ്റെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള യമൻ സർക്കാരിൻ്റെയും അനുമതിയോട് കൂടിയിട്ടാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സൗദി അറേബ്യ സംഘം ആകാശത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ്. സൗദി സംഘം ചർച്ച നടത്തിയതോടനുബന്ധിച്ചുകൊണ്ട് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, യാത്രാ സംബന്ധമായിരിക്കുന്ന വിമാനം ഇതിന് വിടുതി ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ വന്നത് യാത്രാ വിമാനമാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ യാത്രാ സംബന്ധമായിരിക്കുന്ന വിമാനത്തിന് ഈ മേഖലയിലൂടെ പ്രവേശിക്കാമെന്നും, എന്നാൽ അതോടൊപ്പം തന്നെ സൈനികമായിരിക്കുന്ന വിമാനങ്ങളോ അല്ലെങ്കിൽ ഈ കാർഗോ വിമാനങ്ങളോ അത്തരം വിമാനങ്ങളൊന്നും പ്രവേശിക്കാൻ പാടില്ല. കാര്യം അതിൻ്റെ അകത്തൊക്കെ ആയുധ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിനാണ് നിരോധനമുള്ളത് എന്ന് പറയപ്പെടുന്നു. യാത്രാ വിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിന് മുൻപ് തന്നെ ചർച്ച വരികയും ആ ചർച്ചയോടനുബന്ധിച്ച് തന്നെ അതിന് തടയാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് UN സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ഹൂത്തികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ അതിർത്തി തങ്ങൾ ഭേദിച്ചിട്ടില്ല, അവരുടെ ആകാശം ഉപയോഗിച്ചിട്ടില്ല. ഇറാൻ കഴിഞ്ഞു, പിന്നീട് ഒമാനിലേക്ക് വന്നു, ഒമാൻ നേരെ യമനിലേക്ക് വരുന്നു, അത്രേ സംഭവമുള്ളൂ. അപ്പോൾ യമൻ എന്ന് പറയുന്ന രാജ്യാതിർത്തി കയറിയിട്ട് അവരുടെ തലസ്ഥാനമായിരിക്കുന്ന ഈ സന നഗരിയുടെ ആകാശം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യക്ക് അധികാരമില്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആയുധങ്ങളായിട്ടോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ രാജ്യരക്ഷയ്ക്ക് വിപരീത ഫലം ഉളവാക്കുന്ന പ്രവൃത്തികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആയുധങ്ങൾ എത്തിക്കാൻ വേണ്ടി ആകാശം ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അതവർ കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. പേർഷ്യൻ ഗൾഫിൽ നിന്ന്, അതായത് ഇറാൻ്റെ
കടലതിർത്തിയിൽ നിന്ന് ഹോർമുസ് വഴി ഗൾഫ് ഓഫ് ഒമാൻ കടന്നുകൊണ്ട് അറേബ്യൻ കടലിലൂടെ ഗൾഫ് ഓഫ് ഏദൻ കടന്ന് പിന്നീട് ബാബുൽ മന്ദബിലൂടെ ചെങ്കടൽ എന്ന് പറയുന്ന ഞങ്ങളുടെ അതിർത്തി ഭാഗത്തേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. പല ഘട്ടങ്ങളിലും ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് തങ്ങൾ ആ മാർഗമാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി യാത്രാ വിമാനത്തിന് അനുമതി നൽകിയെന്ന് പറയുന്ന സമയത്ത് യാത്രാ വിമാനത്തിൻ്റെ അകത്തും ആയുധ കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങളിലും നിലവിൽ ഒരു രാജ്യത്തിൻ്റെ കൈവശത്തിലും ഇല്ല. അത് പല ഘട്ടങ്ങളിലായി ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വന്നിരിക്കുന്ന യാത്രാ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളിലുമെല്ലാം ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കയുടെ ഭാഗത്ത് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അങ്ങനെ കടത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടത്താൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ പുറമെയായിട്ട് രണ്ടാമതൊരു വിമാനം കൂടി സെനയിലേക്ക് വന്നു എന്നതോട് കൂടിയിട്ടാണ് വിഷയം ഒന്നും കൂടി സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നത്. എന്നാൽ സൗദി അറേബ്യയുമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥയും നിങ്ങളും മനസ്സിലാക്കണം. ആ ഒരു അവസരത്തിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം കുറിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും അതിന് ഏറെക്കുറെ സൗദി അറേബ്യ സമ്മതിക്കുകയും ചെയ്തു. ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും എല്ലാ മേഖലയും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഹൂത്തികളുടെ കൈവശത്തിലും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുണ്ട്. ഇവരൊക്കെ ലോക രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിക്കുന്നു. ഈ വലിയ രീതിയിലെ നിലവാരം പുലർത്തുന്ന കാലോചിതപരമായി മാറ്റപ്പെടുന്ന ആയുധങ്ങളുണ്ട്. മുൻപ് ഒഴിവാക്കപ്പെട്ട ആയുധ സംവിധാന കാര്യങ്ങളൊന്നും അല്ല ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ആകാശവും ഭൂമിയും കടലും നിരീക്ഷിക്കാൻ മാത്രം പ്രബലമായിരിക്കുന്ന ഒരു കേന്ദ്രം തന്നെ സൗദി അറേബ്യ ഒറ്റയ്ക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ആയുധങ്ങൾ മുൻപ് വാങ്ങിയിരുന്നു. പിന്നീട് അമേരിക്കയെ പതുക്കെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയോടപ്പുറം, അമേരിക്ക ഒഴിവാക്കിയെന്ന് ഒരിക്കലും അവർ പറയില്ല, അമേരിക്കയ്ക്ക് അപ്പുറമായ രീതിയിൽ സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ നിന്ന്, അല്ലെങ്കിൽ റഷ്യയുടെ കൈവശത്തിൽ നിന്ന്, ചൈനയുടെ കൈവശത്തിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇറാൻ്റെ മിസൈലുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് രണ്ട് രാജ്യം സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത്, ഗസ യുദ്ധം നടക്കുന്ന സമയത്ത് ഉക്രൈനുമായിട്ട് പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ് റഷ്യ. ആ സമയത്ത് ഉക്രൈൻ്റെ കൈവശത്തിലുള്ള ആയുധം ഒരു ഇടവേളയ്ക്ക്, അതായത് കുറച്ച് പണത്തിൻ്റെ ആവശ്യമൊക്കെ വന്നു, അവർക്ക് വല്ലാതെ ടൈറ്റായിരിക്കുന്ന സമയത്ത് അവരുടെ കൈവശത്തിൽ നിന്ന് ആയുധം ഗസയിലെ ഹമാസ് വിലക്കെടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നു. അഥവാ അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ, അതായത് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ ഉക്രൈൻ്റെ കൈവശത്തിലുണ്ട്. ഉക്രൈൻ്റെ കൈവശത്തിൽ നിന്ന് അത് വാങ്ങിയിട്ട് അത് ഹമാസ് ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു എന്നുള്ളതും, അമേരിക്കയുടെ ആയുധങ്ങൾ എങ്ങനെ ഹമാസിൻ്റെ കൈവശത്തിലെത്തി എന്ന് അന്ന് ഇസ്രായേലിൻ്റെ ആളുകൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടൊന്നും പിന്നീട് മനസ്സിലായിട്ടില്ല. ഇതൊന്നും ഒരിക്കലും ഈ ഉക്രൈൻ അംഗീകരിക്കില്ല, അതേപോലെ തന്നെ ഹമാസും അംഗീകരിക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കള്ളത്തരങ്ങൾ പല ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലനിൽപ്പിന് വേണ്ടി മാറും എന്നുള്ള ഉറപ്പാണല്ലോ. റഷ്യയുടെ പേഴ്സണൽ ട്രൂപ്പായിരിക്കുന്ന വാഗ്നർ ഗ്രൂപ്പിൻ്റെ പ്രിഗോഷിനുമായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തെറ്റുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 25,000-ഓളം സൈനികരുണ്ട് അയാളുടെ കൈവശത്തിൽ. പേഴ്സണൽ ട്രൂപ്പാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം തുടങ്ങിയത്. പിന്നീട് പ്രസിഡൻ്റായ സമയത്ത് ഈ പുടിനെതിരെ തിരിഞ്ഞ സമയത്ത് അവിടെ വലിയ വിഷയങ്ങളായി. മോസ്കോയിലേക്ക് സൈനിക സംഘത്തോടു കൂടി യാത്ര പോയി. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നല്ലോ. അവിടെ വെച്ച് തടയപ്പെടുകയോ അതല്ലെങ്കിൽ കീഴടങ്ങുകയോ ചെയ്തു. അങ്ങനെ മറ്റു രാജ്യത്തേക്ക് ഒരു സമാധാന റൂട്ടിലൂടെ ആ കാര്യങ്ങൾ പോവുകയും ആ സമയത്തുള്ള ആ പ്രതിസന്ധി അവസാനിക്കുകയും ചെയ്തു. പിന്നീട് സമാധാനത്തിന് വേണ്ടി പുടിൻ റഷ്യയിലേക്ക് ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റെ സംഘത്തെ 6 പേരോ 7 പേരായിട്ട് വിളിച്ചു വരുത്തി. പ്രിഗോഷിനാണ് അതിൻ്റെ ലീഡർ ഉള്ളത്. അയാൾ നേതൃത്വത്തിൽ വന്നു, ചർച്ചയൊക്കെ നടത്തി. തിരിച്ചു പോകുന്ന സമയത്ത് ഈ വിമാനം അപകടത്തിൽപ്പെട്ടു. 7 പേരാളുള്ളത്, 7 പേരും കൊല്ലപ്പെട്ടു. വിമാനം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അയാൾ ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ തനിക്ക് അത്ഭുതമുണ്ട് എന്നാണ് അന്നത്തെ ജോ ബൈഡനായിട്ടാണ് അമേരിക്കയുടെ അന്ന് പ്രസിഡന്റ് അയാൾ പറഞ്ഞത്. കാരണം ഇതിന് മുമ്പ് തന്നെ പുടിൻ കൊന്നുപോകേണ്ടതാണ് എന്നുള്ളത്. അപ്പോൾ ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ മടങ്ങി അതിനെക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യ. ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ. പറഞ്ഞു വരുന്ന കാര്യം, ആ സംഘത്തിൻ്റെ 2ാം നിര നേതാക്കന്മാരുടെ കൈവശത്തിൽ, ലീഡർമാരുടെ കൈവശത്തിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. ഈ ആയുധം ഹമാസ് വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. ഇറാനും അതേപോലെ തന്നെ ഹൂത്തികളും തമ്മിലുള്ള വിഷയത്തിൽ നിർണായകമായിരിക്കുന്ന മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അത് ഇറാന് തന്നെയാണ്.
ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ ഉടക്കുണ്ടാവാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അത് സാരമായിട്ട് ബാധിക്കും. അത് വളരെ സ്വതന്ത്രമായ രീതിയിൽ തന്നെ ഇറാൻ സംസാരിക്കുകയും അത് ആ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി സൗദി അറേബ്യ അംഗീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇനി തുടർന്ന് ആകാശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ വിമാനം വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് UN അതേപോലെ തന്നെ ഒമാനും ഇതിൽ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുക. യാത്രാ വിമാനത്തിന് അനുമതി നൽകുക, മറ്റുള്ള വിമാനത്തിന് അനുമതി നൽകാതിരിക്കുക. അങ്ങനെ ഏതാണെങ്കിൽ ഒരു സമാധാന റൂട്ടിലൂടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയിട്ടില്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളും അതിൻ്റെ പോഷക സംഘടനകൾപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് വലിയ ഗുണം ചെയ്യും. അവർ വലിയ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യും. മുമ്പ് ഗസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ ഈ പാലസ്തീൻ അതോറിറ്റിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിന് വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകിയ രാജ്യമാണ് ഇസ്രായേൽ. കാരണം മുസ്ലിങ്ങളും തമ്മിലാണല്ലോ ഏറ്റുമുട്ടുന്നത്. ഹമാസ് വെസ്റ്റ് ബാങ്കിലേക്ക് മിസൈൽ വിടുന്ന സമയത്ത് ആ മിസൈലിനെ പ്രതിരോധിക്കാതെ 65 കിലോമീറ്ററോളം ചുറ്റളവ് ഈ മേഖലയുള്ളത് ഇസ്രായേലിൻ്റെ ആകാശത്തൂടെയാണ് പോകുന്നത്. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ അവിടെ വീഴുന്നു, ആളുകൾ മരണപ്പെടുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വിടുന്നു, ഇവിടെ ആളുകൾ മരണപ്പെടുന്നു. ഇത് രണ്ടും കണ്ടുകൊണ്ട് കുറുക്കൻ്റെ മാതിരി ആ ചോര കണ്ടുകൊണ്ട് സന്തോഷിച്ച് ഇസ്രായേൽ ഇരിക്കുന്നു. പിന്നെ അതിനിടയിൽ സൗദി അറേബ്യൻ്റെ ഇടപെട്ടിട്ടാണ് ആ പ്രശ്ന കാര്യങ്ങളൊക്കെ തീർത്തത്. പറഞ്ഞു വരുന്ന കാര്യം, ഇത് ഏറെക്കുറെ ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രാ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് തുടങ്ങിയത്. അത് സംഘർഷാവസ്ഥ ഇല്ലാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കും.